അപ്പോൾ നമുക്കറിയാൻ പറ്റാം വലിയൊരു വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ലോൺ ആപ്പുകളുടെ ഒരു കാര്യം. അതായത് ഈ ലോൺ ആപ്പുകളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ക്യാഷ് ലോണിന് എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ ആത്മഹത്യയുടെ വക്കത്തെത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാരെ കാണാനില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലുള്ള ലോൺ എടുക്കുന്നവരോടാണ്, നിങ്ങൾ ഏതൊരു ആപ്പിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴും അത് RBIയുടെ അണ്ടറിലുള്ള ആപ്പാണോ എന്ന് നോക്കുക. അതല്ലാതെ നിങ്ങൾ RBI അണ്ടറിലല്ലാത്ത ആപ്പുകളിൽ നിന്ന് നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ 4000 രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് അടയ്ക്കേണ്ടി വരിക ചിലപ്പോൾ ഒരു 6000 അല്ലെങ്കിൽ ഒരു 7000 ആയിരിക്കും. പക്ഷെ RBIയുടെ അണ്ടറിലല്ലാത്ത ആപ്പുകളുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ആ ഒരു 7000 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിച്ചടയ്ക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവർ നമ്മുടെ പേഴ്സണൽ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ ആ ഒരു നമ്പർ വഴി നിങ്ങൾക്ക് ലിങ്ക് ഇട്ട് തരാം, അതിൽ പേയ്മെൻറ്റ് അയക്കാമെന്നൊക്കെ പറയും. അവർ പറഞ്ഞ എമൗണ്ട് നമ്മൾ അടച്ചാൽ പോലും എന്ത് ചെയ്യില്ല, ആ ഒരു ആപ്പിൽ കിടക്കുന്ന ലോണ് ക്ലിയർ ആവില്ല. അതിനുശേഷം അവരത് പോരാന്ന് പറഞ്ഞിട്ട് പല ചീറ്റിങ്ങുകളും നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളെ മോർഫ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് അയക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ അയക്കുന്നു പറഞ്ഞിട്ട് പല ഇതുകളും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ലോൺ എടുത്തിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരോടാണ് പറയുന്നത്, നിങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഈ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെല്ല് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യം തന്നെ അവരെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും നിങ്ങൾ ലോൺ എടുത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റെന്തും ആയിക്കോട്ടെ, അതൊരിക്കലും ഇതിനൊരു സൊല്യൂഷൻ അല്ല. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതോറും നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടമാണത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ ഒരു ലോൺ എടുത്തിട്ട് അത് ഫേക്കാണെന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷിതാക്കളേനും അതോടൊപ്പം തന്നെ നമ്മുടെ സൈബർ സെല്ലിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണത്, നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ലോൺ എടുക്കുന്നവർ ശ്രദ്ധിക്കുക. 100% RBIയുടെ അണ്ടറിലുള്ള ആപ്പുകളിൽ നിന്ന് മാത്രം നിങ്ങൾ ലോൺ എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ അത് മാത്രമല്ല, ഇനി ലോൺ എടുക്കുന്നവരോട് വേറൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ ലോൺ എടുക്കുമ്പോഴും എല്ലാ ആപ്പുകാരും എന്ത് ചെയ്യണം, നല്ല പലിശയിലാണ് അവരെന്ത് ചെയ്യുക, നമുക്ക് പൈസ തരും. കാരണം അത് അവർക്ക് ലാഭം വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക, ഏതൊരു ആപ്പുകാരും നമുക്ക് പൈസ തരുന്നത്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആവുന്ന പലിശ ആണെങ്കിൽ മാത്രം നിങ്ങൾ ലോൺ എടുക്കുക. ലോൺ എടുത്തതിന് ശേഷം നിങ്ങൾ ആപ്പുകാരെ കുറ്റമിട്ട് ഒരു കാര്യമില്ല. കാരണം എല്ലാ ആപ്പുകാരും അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യാറ്. നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, RBIയുടെ അണ്ടറിലുള്ള ആപ്പുകളാണോ നോക്കുക, അതുപോലെ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് ആണെന്ന് മാത്രം നോക്കുക.